Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇന്ന് വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും ഏതെങ്കിലും കുടുംബത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ദൈവം ഇടപെടേണ്ട ചില മേഖലകൾ, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിള്ളലുകളെ ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ആ വിഷയങ്ങൾ മനസ്സിൽ ഓർക്കുക. കർത്താവേ, എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ഇന്ന പ്രശ്നങ്ങൾ, മാനസിക ദുഃഖങ്ങൾ, പിരിമുറുക്കങ്ങൾ, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സംശയ പ്രകൃതി, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം വിധിക്കുന്ന അവസ്ഥ, കർത്താവേ, എൻ്റെ സ്വസ്ഥത നഷ്ടമാക്കുന്ന അനേക മേഖലകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. അവയെല്ലാം സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചു എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് അത്ഭുതകരമായ ഒരു ദൈവശക്തി കാറ്റടിക്കട്ടെ. എൻ്റെ കുടുംബത്തിലെ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ആമേൻ. സാധിക്കുന്നവര് കയ്യെ കടിച്ച് ചേർന്ന് പാടാം. ആത്മാവേ, പാവനാത്മാവേ, ആമേൻ. ഈശോ നൽകിയ വാഗ്ദാനം നീയേ. ആത്മാവേ, സങ്കടമേതും അകറ്റിടും ആത്മാവേ. ആമേൻ. സന്തതം ഇവരിൽ തീയായി നിറയണമേ. ചേർന്ന് പാടി നോക്കിക്കേ. ആത്മാവേ, പാവനാത്മാവേ, ഈശോ നൽകിയ വാഗ്ദാനം നീയേ. സങ്കടമേതും അകറ്റിടും ആത്മാവേ. സന്തതം ഇവരിൽ തീയായി നിറയണമേ. ആമേൻ, ആമേൻ. റൂഹായേ, 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 നിന്നഭിഷേകം എന്നിൽ നീതായോ. ചേർന്ന് പാടിക്കേ, ചേർന്ന് പാടിക്കേ. റൂഹായേ, 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 നിന്നഭിഷേകം എന്നിൽ നീതായോ. സംഭവിക്കട്ടെ. സപ്തവരങ്ങള എന്നിൽ നീവായോ. ഓ പരിശുദ്ധാത്മാവേ, സപ്തവരങ്ങള എന്നിൽ നീവായോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ. റൂഹായേ, 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 നിന്നഭിഷേകം എന്നിൽ നീതായോ. ഞങ്ങളിൽ സംഭവിക്കട്ടെ. റൂഹായേ, 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 നിന്നഭിഷേകം എന്നിൽ നീതായോ. ആമേൻ, ആമേൻ. സപ്തവരങ്ങള എന്നിൽ നീവായോ. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സപ്തവരങ്ങള കർത്താവേ, എന്നിൽ ഈ ശുശ്രൂഷ സമയത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കൈകളൊക്കെ കൂപ്പി സന്തോഷത്തോടൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുന്നത് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. എങ്കിലും ഈ വചനം നമ്മൾ എപ്പോഴൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ ഒരു പുതിയ അഭിഷേകം ലഭിക്കും. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. അപ്പം അത് ഏത് വചനമാണെന്നാണ് പലരുടെ ഒരു ചോദ്യം. അത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5. നല്ല വചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല,
കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത നാളിൽ പോട്ട ആശ്രമത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്തൊരു ഭാര്യയും ഭർത്താവ് ഒരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷി ഇങ്ങനെയാണ്, ജനത്തോട് പറയുകയാണ്, ദൈവജനമേ, ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി മാനസികമായ അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് തമ്മിൽ ചില ഭാരങ്ങൾ, സംശയങ്ങൾ ഒക്കെ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരമുള്ള ആശയവിനിമയം കുറഞ്ഞു. ഞങ്ങൾക്ക് ഈ ധ്യാനത്തിൽ കിട്ടിയ ഒരു കൃപ, ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു കൃപ കിട്ടി. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമുള്ള ഒരു കൃപ കിട്ടി. എന്നിട്ട് ഈ കുടുംബനാഥൻ ദൈവജനത്തെ ആശംസിച്ച് പറഞ്ഞ വചനം ഇതാണ്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം 2 കൈയൊക്കെ ഉയർത്തി ദൈവജനത്തോട് പറഞ്ഞു, ഈ വചനം നിങ്ങളിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആശംസിക്കുന്നതും ഇതുതന്നെയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കേണ്ടതും ഇതുതന്നെയാണ്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം അത് വീണ്ടും ജ്വലിപ്പിക്കപ്പെടാൻ നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കുടുംബനാഥൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം തന്നെ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് കാനായിൽ നടന്ന അത്ഭുതം പോലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞങ്ങളുടെ വീഞ്ഞ് വീണ്ടും പച്ചവെള്ളമായി പോയി. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പരിശുദ്ധാത്മാവിനെ വീണ്ടും ക്ഷണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ പച്ചവെള്ളം വീണ്ടും വീഞ്ഞായി രൂപാന്തരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം അതിങ്ങനെ ജ്വലിപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടും തരും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ദമ്പതികൾ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാം ആ കൃപ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരിക്കൽ വീഞ്ഞായി മാറിയ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വീണ്ടും പച്ചവെള്ളമായി പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അപകടമാണ്. അപകടത്തിൻ്റെ സൂചന മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിയാക്കിക്കോണം. ഈശോ കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്ത പ്രവൃത്തി എന്താ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. കുടുംബത്തിൽ വലിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇതാ ഈശോ നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. ഈ അത്ഭുത പ്രവൃത്തിയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈശോ വേറെ വെള്ളം കൊണ്ടുവന്നിട്ടല്ല, അവിടെയുള്ള വെള്ളത്തെ തന്നെയാണ് വീഞ്ഞാക്കി മാറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഭാര്യ ഭർത്ത ബന്ധത്തിൽ എന്തെങ്കിലും ഭാരവുമായിട്ട് ജീവിക്കുന്നവർ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ ഭർത്താവിനെ മാറ്റി വേറൊരു ഭർത്താവ് കൊണ്ടുവരിക എന്നുള്ളതല്ല. അവിടെയുള്ള അതേ റിസോഴ്സിനെ തന്നെ കർത്താവ് ഒരു വിശുദ്ധീകരണമാക്കി മാറ്റുകയാണ്. അവിടെയുള്ളത് തന്നെ ഈ കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ ഉണ്ടായിരുന്ന അതേ പച്ചവെള്ളത്തെയാണ് വീഞ്ഞാക്കിയത് എന്നതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ വീട്ടിലെ ഇതേ കുറവിനെ തന്നെ ഇതാ ഈശോ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ വീണ്ടും ലഹരിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയ ലഹരി, നഷ്ടപ്പെട്ടു പോയ വീഞ്ഞിൻ്റെ അനുഭവം വീണ്ടും തിരിച്ചു പിടിക്കാൻ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി ആഗ്രഹിക്കണം. 1-2 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അത് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ, അച്ചോ, എൻ്റെ ഭർത്താവിനോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്.
ആ സ്ത്രീ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അത് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ പരസ്പരം സ്നേഹവും സന്തോഷവും ബഹുമാനവുമായിരുന്നു, ഇപ്പോൾ എന്താണ്? അറപ്പും വെറുപ്പുമാണെന്ന്. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കണക്കാക്കുന്നില്ല, മറിച്ച് അനേക കുടുംബങ്ങളിൽ സമാനമായിട്ടുള്ള അനേകം അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രത്തോളം നാൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം അറപ്പായും വെറുപ്പായിട്ട് മാറും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുടുംബ ബന്ധങ്ങളിൽ അവരുടെ കിടപ്പുമുറിയിൽ ആരംഭിക്കുന്ന പ്രശ്നം പിന്നീട് അവരുടെ സ്വസ്ഥത, അവരുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിച്ചു കളയും. അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ പിന്നീട് ഒരിക്കലും ചേർക്കപ്പെടാൻ പറ്റാത്ത വണ്ണം അവർ ഭാരമായിട്ട് മാറും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധം തിരിച്ചു പിടിക്കാൻ നന്നായി പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ പിശാച് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശാചിൻ്റെ പ്രവർത്തന മണ്ഡലം അത് കുടുംബത്തിലാണ്, അല്ലേ? കുടുംബത്തിൽ പിശാച് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അവന് ബാക്കി എല്ലാ കാര്യങ്ങളെയും തകിടം മറിക്കാൻ എളുപ്പമാണ്. കുടുംബത്തിലാണ് പിശാച് ആദ്യം കടന്നു വരുന്നത്, അല്ലേ? ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ കുടുംബത്തിൽ സാത്താൻ കടന്നു വന്ന് ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുകയാണ്. ഏതൊരു കുടുംബ ബന്ധങ്ങളും താളം തെറ്റുമ്പോൾ ഓർക്കണം, അതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക പീഡയുണ്ട്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും പരസ്പരം വഴക്കടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളുണ്ട്, ധാരണകളുണ്ട്, ആശയങ്ങളുണ്ട്, ന്യായവാദങ്ങളുണ്ട്, എല്ലാം സംബന്ധിച്ചു. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് ദുഷ്ടാത്മാവാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. ഭർത്താവിനെ പാഠം പഠിപ്പിക്കുവാൻ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്നു. 2 ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇവരെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞത്, അച്ഛാ, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്നു, ഭർത്താവ് ഒറ്റയ്ക്ക്, ഈ അനാഥമാകുന്ന കുഞ്ഞുങ്ങൾ. ഇവിടെ ആരാ മാറിയിരുന്ന് ചിരിക്കുന്നത്? സാത്താനാണ്. ഭാര്യയും ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കുമ്പോൾ സാത്താൻ നന്നായിട്ട് മുതലെടുക്കും. ഇതറിയാത്ത പാവപ്പെട്ടവർ വിഷമിച്ചുകൊണ്ടിരിക്കും. ഒരായുസ് മുഴുവൻ എന്നും വഴക്കും വക്കാണവുമായിട്ട് ജീവിക്കാനാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ദുഷ്ടാത്മാവിനെ തിരിച്ചറിയണം, അവനെ നിഷ്കാസനം ചെയ്യണം. ഇത് നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വിഷയത്തെ അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തെ നശിപ്പിക്കുന്നത് ദുഷ്ടാത്മാവാണെന്ന് വ്യക്തമാക്കുന്ന പുസ്തകം തോബിത്തിൻ്റെ പുസ്തകം, 3-ാം അധ്യായം, അതിൻ്റെ 8-ാം തിരുവചനം. ബുക്ക് ഓഫ് തോബിത്ത്, ചാപ്റ്റർ 3, വേഴ്സ് 8. ഇവിടെ ഒരു ദുഷ്ടാത്മാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ, എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും ആസ്മോ ദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞെരിച്ചു കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു. ഇവിടെ ഒരു ദുഷ്ടാത്മാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അസ്മോ ദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അസ്മോ ദേവൂസ്. തോബിത്തിൻ്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യം, ദാമ്പത്യ ബന്ധത്തിൽ ദമ്പതികളെ തമ്മിൽ തല്ലിക്കുന്ന, വഴക്കടിപ്പിക്കുന്ന, സംശയമുണ്ടാക്കുന്ന ഒരു ദുഷ്ടപിശാചിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അസ്മോ ദേവൂസ് എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയെയാണ് പറയുന്നത്. ഇത് ഇന്നും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ തമ്മിൽ തല്ലിക്കുന്ന ഒരു ദുഷ്ടപിശാചാണ്.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ അകന്നു കഴിയുകയോ ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ തമ്മിൽ തെറ്റി, ചിലപ്പോൾ ഒരു കുഞ്ഞു സൗന്ദര്യപ്പിണക്കം പോലും ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കത്തോടുകൂടി ഭാരപ്പെട്ട് ജീവിക്കുന്നവർ, ഇനി വിവാഹമോചനത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടത് ഒരു ദുഷ്ടപിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പരസ്പരം അകന്നു കഴിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പഠിപ്പിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. എടാ, നിങ്ങളുടെ ജീവിതത്തെ, സ്നേഹത്തെ നഷ്ടമാക്കുന്നത് ഒരു പൈശാചിക പീഡയാണ്. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട കൃപ, വീഞ്ഞ്, ലഹരി, അത് വീണ്ടും പച്ചവെള്ളമാക്കി കളയുന്നത് ഈ പൈശാചിക പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആരോടാ? ഈ പിശാചനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ലഭിക്കപ്പെട്ട ദൈവസ്നേഹം ഇതനുഭവിച്ചു കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റും. നമ്മുടെ മാനുഷിക കഴിവ് കൊണ്ട് ഇമ്പോസിബിളാണ്, അസാധ്യമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, മാനുഷികമായ കഴിവ് കൊണ്ട് എത്ര നാൾ ഒരാളെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ തലകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ. ഇവളെ കൊണ്ട് എന്ത് ഗുണം, ഇയാളെ കൊണ്ട് എന്ത് ഗുണം? നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് മുഴുവൻ കുറവുകളായിരിക്കും, കുറവുകൾ മാത്രം. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന കൃപയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തും. 12-ാം അധ്യായം 8ഉം 9ഉം, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്ന നന്ന്. 9-ാം വചനം, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് അസ്മോദേവൂസ് എന്ന് പറയുന്ന ഒരു ദുഷ്ടപിശാചിനെ തോൽപ്പിച്ച ദമ്പതികൾ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലും നീ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ഈ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. എസെക്കിയേലിൻ്റെ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 26ഉം 27ഉം തിരുവചനം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 വചനം അതിൻ്റെ 25 and 26. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. 26-ാം വചനം പറയുന്നു, ഞാൻ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും. മാംസള ഹൃദയം, പ്രിയപ്പെട്ടവരെ, ഈ മാംസള ഹൃദയം അത് നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. ഏതൊരു ബന്ധവും നിലനിൽക്കുവാൻ നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഈ പുതിയ ഹൃദയം. അതേതാണ്? പരിശുദ്ധാത്മാവ് സമ്മാനിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് റോമാലേഖന 5-ാം അധ്യായം 5-ാം തിരുവചനം സാധിക്കുന്നവർ ഒരു പേപ്പറിൽ അത് എഴുതി നിങ്ങളുടെ കിടപ്പുമുറിയിൽ എഴുതി ഒട്ടിച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ വചനം സ്വയം പറയുക. പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാരം, അസ്വസ്ഥത, സംശയം, തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനം അത് ഉരുവിടണം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവമഹത്വം എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ അപ്രകാരമുള്ള എല്ലാ തെറ്റിദ്ധാരണയും എല്ലാ ഭാരത്തെയും മാറ്റും. പച്ചവെള്ളമായിരിക്കുന്ന നിൻ്റെ അവസ്ഥയെ വീണ്ടും വീഞ്ഞായ രൂപാന്തരീകരിക്കും. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും തിരിച്ചു നൽകും. പ്രത്യേകിച്ച് ദമ്പതികൾ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതാണ്. നമ്മൾ തുടർന്ന് ആരാധനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. എന്നേരവും സ്തുതിയാരാധന. വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടും. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വെളിപ്പെടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഉള്ളിലും വലിയ ദൈവസ്നേഹം നിറയട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം, അവഗണന, ഒറ്റപ്പെടൽ, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ അവസരത്തിൽ കർത്താവേ, നിന്റെ ദൈവസ്നേഹം എൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ, എൻ്റെ ഭാരം മാറട്ടെ, എൻ്റെ മേലൊരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ദൈവസ്നേഹ അനുഭവം നിറയപ്പെടാൻ ആഗ്രഹിച്ച്, പ്രത്യേകിച്ച് നമുക്ക് അസ്വസ്ഥതയുള്ള വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്നേഹം കൊണ്ട് നമ്മുടെ വീട് പണിയപ്പെടട്ടെ. ദൈവസ്നേഹം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ്, വിരോധം, വിദ്വേഷം, പരസ്പരമുള്ള അവഗണന നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകളാൽ നിങ്ങൾ അകന്നു കഴിയുന്നുണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു പൈശാചിക പീഡയാൽ പരസ്പരം സംശയ പ്രകൃതിയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കർത്താവേ, വലിയൊരു വിടുതൽ സംഭവിക്കണമേ, വലിയൊരു വിടുതൽ സംഭവിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹം നൽകണമേ, പരസ്പരം സ്നേഹിക്കാൻ കൃപ നൽകണമേ. കൈകൾ ഉയർത്തുന്ന സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന കർത്താവേ, ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആശീർവാദമാണ്. ഏതെങ്കിലും തരത്തിൽ പരസ്പരം അസ്വസ്ഥത, ഭാരം, അവഗണന, സംശയപ്രകൃതി ഉണ്ടെങ്കിൽ ഈ ആശീർവാദ സമയത്ത് കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. ആ വലിയ ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ നിമിഷങ്ങൾ ആശീർവാദം സ്വീകരിച്ച് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ.